നമസ്കാരം. ജെ മൂവീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു കല്യാണ വേദിയിൽ പ്രശസ്ത സുവിശേഷകൻ പാസ്റ്റർ ബി മോനശൻ പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്ക് ശ്രദ്ധയാർക്കാം. നമുക്ക് നഷ്ടപ്പെട്ടതൊരു കാര്യമുണ്ട്, കുടുംബ പ്രാർത്ഥന. ഞാൻ എല്ലാ കല്യാണത്തിനും പറയും, എൻ്റെ കല്യാണങ്ങളൊക്കെ ഒത്തിരി കേൾക്കുന്നവരാ നിങ്ങൾ. നേരം സന്ധ്യയാകുമ്പോൾ പിള്ളേരെ വിളിച്ചിരുത്തി, മണ്ണെണ്ണവളൊക്കെ ഉള്ളായിരുന്നു, വലിയ വീടില്ലായിരുന്നു, ഓരോരുത്തർക്കും ഓരോ മുറിയില്ലായിരുന്നു. സന്ധ്യയാകുമ്പം പിള്ളേരെ വിളിച്ചിരുത്തി സന്ധ്യാപ്രാർത്ഥന നടത്തുമായിരുന്നു. അല്ലാതെ ആഹാരം കൊടുക്കത്തില്ലായിരുന്നു. ഇവിടെ ഇരിക്കുന്ന യാക്കോബയോ കത്തോലിക്കയോ മർത്തോമയോ CSO CMSO ഒന്നും അത് പ്രശ്നമല്ല. ഇനി ഹിന്ദു സഹോദരങ്ങൾ പോലും സന്ധ്യയ്ക്ക് അത് ചെയ്യുമായിരുന്നു. നമ്മുടെ നാട്ടുകാർ ഉറങ്ങാൻ പോയിരുന്നത് നമ്മുടെ ക്രിസ്തീയ വീട്ടിൽ നിന്നുള്ള പാട്ടുകൾ കേട്ടുകൊണ്ടായിരുന്നു. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നു പഠിക്കേ. ആരുമേനി ഏകനായി തീർന്നുവെന്നു മാനസത്തിനാദി പൂണ്ടു കേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. മകേശ കരുണേശ പൊന്നുദാദാ നീ എനിക്കായി ചൊല്ലുന്നു. സന്ധ്യാകുമ്പം മക്കളെ വിളിച്ചിരുത്തി പാടും. മക്കളെ ആരുമില്ലെന്ന് നിനക്ക് തോന്നരുത്. അമ്മാച്ചൻ നോക്കിയില്ലേലും കൊച്ചപ്പൻ നോക്കിയില്ലേലും ഉപ്പാപ്പൻ കരുതിയില്ലേലും നമ്മളെ കരുതുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഇത് വേഴ്സ് വീവിന്ന് പഠിച്ചതല്ല, സിയോൻ ഗീതാവിൽ നിന്ന് പഠിച്ചതല്ല. അപ്പൻ പാടി കേട്ട് പഠിച്ചു അല്ലേ? ഞാൻ ചോദിക്കട്ടെ, എനിക്ക് സമയമില്ല, നിർത്തണമെന്നുണ്ട് നേരത്തെ. അതുകൊണ്ടാണ് നേരം വെളുക്കുമ്പോൾ ഒരു പാട്ടുണ്ടായിരുന്നു അല്ലേ? ഇതുമായിരുന്നു പാടുന്നത്. കൊടുങ്കാറ്റുണ്ടി വനത പാടിക്ക പ്രിയനേ എന്നെ വിടല്ലേ. കൊടുങ്കാറ്റുണ്ടി വന പ്രിയനേ എന്നെ വിടല്ലേ. കൊതിയോടു ഞാൻ മാറുന്നേ എൻ്റെ സങ്കടം. രാവിലെ എഴുന്നേറ്റ് മക്കളെ ഇരുത്തി പാടുമ്പോൾ മക്കളെ ഒന്നും കണ്ട് പ്രശംസിക്കാനില്ല. ഒരു ദിവസം നമ്മൾ ഇവിടെ നഗ്നരായി ഇല്ലാതെ പോകും. ഇതൊക്കെ പഠിപ്പിച്ചവരാ ഇരിക്കുന്നവര്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാവിലെ മക്കളോടുകൂടെ ഇരുന്ന് വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ച് എത്ര പേരുണ്ട്? കൈപൊങ്ങില്ല പലരുടെയും. ഇന്നലെ രാത്രി മക്കളോടുകൂടെ ഇരുന്ന് വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ച് എത്ര പേരുണ്ട്? വൈകുന്നേരം ആകുമ്പം ടിവിയും തുറന്നിട്ട് ടിഷ്യൂ പേപ്പർ എടുത്ത് കൈലേസും എടുത്ത് അങ്ങ് ഇരിക്കുക, കണ്ണുനീരിലൊപ്പാൻ. എങ്ങനെ ഒളിച്ചോടാവുന്ന മക്കളെ പഠിപ്പിക്കുക. വിതൗട്ട് ക്രൈസ്റ്റ് യു ആർ എ സീറോ, വിത്ത് ക്രൈസ്റ്റ് യു ആർ എ ഹീറോ. ഇന്നലെ എന്നെ വിളിച്ചു യേശുദാസ് ഓസ്ട്രേലിയയിൽ നിന്ന്. ഞാൻ ബാംഗ്ലൂരിൽ നിന്നപ്പോൾ എവിടെ മലയാളി ഉണ്ടോ അവിടെല്ലാം ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുക. 3 ദിവസം മുമ്പാണ് കുവൈറ്റിൽ നിന്ന് വന്നത്. 3 ദിവസം ബാംഗ്ലൂരായിരുന്നു. നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? കുടുംബ പ്രാർത്ഥന പോയി. ഡോളറും ചെക്കും പണവും വാരാൻ ഓടി തകരുക. മക്കളെ എന്നെ നോക്കുന്നോ നിങ്ങൾ? നിങ്ങളുടെ വീട്ടിൽ തീ കത്തിയില്ലെങ്കിലും പുക ഉയർന്നില്ലെങ്കിലും ആരാധനയുടെ തീ ഉയരാതിരിക്കരുത്. പ്രാർത്ഥനയുടെ പുക ഉയരാതെ എല്ലാവരും ഒന്ന് കൈയടിച്ച ശക്തിയോട് ദൈവത്തിന് സ്തോത്രം പറ. നിങ്ങൾ ആരാധന മുടക്കരുത്. ഒരാളിൻ്റെ ശമ്പളം കൊണ്ട് ജീവിക്കേണ്ടി വന്നാലും അമേരിക്കയിൽ ഞായറാഴ്ച ഇരട്ടി ഡോളർ കിട്ടും. കുവൈറ്റിൽ ദിനാർ ചിലപ്പോൾ ഇരട്ടി കിട്ടും, ദിറാംസ് കിട്ടും. മക്കളെ ആരാധന മുടക്കരുത്. ദൈവത്തിന് വേണ്ടിയുള്ള ഇന്നത്തെ നിന്റെ നഷ്ടങ്ങൾ നാളത്തെ വലിയ നേട്ടങ്ങളാണ്. ദൈവത്തെ മാറ്റി നിർത്തിയുള്ള ഇന്നത്തെ നിന്റെ നേട്ടങ്ങൾ നാളത്തെ വലിയ നഷ്ടങ്ങളാണ്. അത് കല്യാണമായാലും അത് തന്നെ. മക്കളൊക്കെ ഓർത്തോണം. ഇവിടെ അല്ലാതെ ഇവിടെ പറയാനാ? വലിയ ദൈവശിക്ഷണത്തിൽ വളർത്തപ്പെട്ടവരാ നിങ്ങൾ. ആർത്തി പിടിച്ചോടരുത്. എല്ലാവരോടും ഞാൻ പറയാം,
ഇപ്പം ചുരുക്കം പറഞ്ഞ ഈയിടെ ഒരു അമ്മച്ചി എന്നോട് വന്ന് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ കരഞ്ഞ ദൈവമാണോ ഇവിടെ നിൽക്കുന്നത്, എനിക്കിഷ്ടമാണ്. എപ്പോഴും എന്നോട് പറയും, പാസ്റ്റർ കല്യാണത്തിന് വന്നാൽ കരയാതെ പോകാനൊക്കെ ഇല്ലെന്ന്. യേശുദാസൻ്റെ അനിയനാണ്. എന്നോട് പറഞ്ഞു, പ്രാർത്ഥിച്ച് പിള്ളേരെ ഓരോരുത്തരെ താക്കി. ഒരുത്തൻ കാനഡ, ഒരുത്തൻ UK, ഒരുത്തൻ ഓസ്ട്രേലിയ. കൂടെ ആരുമില്ല. അമ്മച്ചിക്ക് പോകാൻ 3 വിസയുണ്ട്, പോകാൻ വയ്യ, തണുപ്പാ. ഒരുത്തനെങ്കിലും കൂടെ നിൽക്കേ. അവസാനം ഒരു തുള്ളി വെള്ളം ഒഴിച്ചു തരാം. മോനച്ചൻ ഇങ്ങനെ പ്രസംഗിക്കുന്നവനാ. എന്തിനാ ഇതൊക്കെ? കണ്ണടച്ച് തുറക്കുമ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് പോകില്ലേ? നേടാവുന്നൊക്കെ നേടെ, അതൊന്നും അല്ല വലുത്. നിന്റെ തലമുറ മുട്ടിമേ നിൽക്കാൻ പഠിപ്പിക്കണം. അല്ല, ഇതൊക്കെ വട്ടപൂജ്യമാ. കർത്താവിനോടൊപ്പമുള്ള ജീവിതമായിരിക്കണം. വളരെ പ്രധാനപ്പെട്ടൊരു വാക്യം വായിച്ചിട്ട് നിർത്താം. 64-ാം വാക്യം. അപ്പം മണവാളം പ്രാർത്ഥിക്കുകയായിരുന്നു കേട്ടോ. അവിടെ നിന്നോ പോകണ്ട, നമുക്ക് തീരാൻ നിൽക്കുക. പാട്ടൊക്കെ ഇടയ്ക്കൊക്കെ വരും. റിബേക്കയും തലപൊക്കി, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. റിബേക്കയും തലപൊക്കി ഇസഹാക്കിനെ കണ്ടിട്ട് ഒട്ടകപ്പുറത്തു നിന്ന് ഇറങ്ങി. ഹലോ, എല്ലാവരും ശ്രദ്ധിച്ചേ. ഒട്ടകപ്പുറത്തു നിന്ന് ഇറങ്ങി. അടുത്തത്, അവൾ ദാസനോട്, വെളിമ്പ്രദേശത്ത് നമ്മെ എതിരേറ്റ് വരുന്ന പുരുഷൻ ആരെന്ന് ചോദിച്ചതിന് എന്റെ യജമാനൻ തന്നെ എന്ന് ദാസൻ പറഞ്ഞു. ഉടനെ വായിക്ക് പാസ്റ്റർ. ഉടനെ അപ്പോൾ അവൾ ഒരു മൂടുപടം എടുത്ത് തന്നെ മൂടി. കണ്ടോ, മതി. നീയോട് നോക്കിയെല്ലാവരും. ഇസഹാക്ക് പ്രാർത്ഥിക്കാണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചോണം മക്കളെ, ചുറ്റിക്കറങ്ങി നടക്കരുത്. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും കോളേജ് ക്യാമ്പസിലും ഇങ്ങനെ ഇണയെ തേടി നടക്കണ്ട. നീ പ്രാർത്ഥിച്ചാൽ ദൈവം നിനക്ക് വേണ്ടി കരുതി കൊണ്ട് തരും. ഇവിടെ ഇസഹാക്കിനെ കണ്ടപ്പോൾ ഭർത്താവാന്ന് അറിഞ്ഞിട്ടല്ല. എന്നെ നോക്കിയേ. അവരെ കണ്ടപ്പോൾ ഈ റിബേക്ക എന്നാ ചെയ്തത്? പറയാച്ചാ എന്നാ ചെയ്ത്? ഒട്ടകപ്പുറത്തേക്ക് ചാടിക്കയറിയെന്നാണോ? ഒട്ടകപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി. നരച്ചവൻ്റെ മുമ്പിൽ എഴുന്നേൽക്കണമെന്നും പുരുഷനെ ബഹുമാനിക്കണമെന്നും നിന്റെ വീട്ടിൽ വെച്ച് മക്കളെ പഠിപ്പിച്ചു വിടണം. ഫെമിനിസ്റ്റുകൾക്ക് ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെടത്തില്ല. ഒരു പുരുഷൻ്റെ മുമ്പിൽ വരുമ്പം കാലുമേ കാലും കയറ്റി ഇരുത്താനല്ല പഠിപ്പിക്കണം മക്കളെ, എഴുന്നേക്കാൻ പഠിപ്പിക്കണം. വിനയം, താഴ്മ, അനുസരണം ഒരു ഭാര്യയുടെ മുഖമുദ്രയായിരിക്കണം. സ്നേഹം, കരുതൽ, സംരക്ഷണം ഒരു പുരുഷൻ്റെ മുഖമുദ്രയായിരിക്കണം. അടുത്ത പദം എന്താ എഴുതിയേക്കുന്നത്? അവൾ അറിഞ്ഞുകൊണ്ടല്ല എൻ്റെ ഭർത്താവാണോ? ആണോ വാസന്മാരെ? അല്ല, ഒരു പുരുഷനെ കണ്ടെന്നേ ഉള്ളൂ. എലയാസർ വിളിച്ച അതാരാ? എലയാസർ പറഞ്ഞു, എൻ്റെ യജമാനനാണ്. ഉടനെ അവൾ എന്തോ ഇതെന്ന ഭാഷ വായിക്കും. ഉടനെ അവൾ ഒരു മൂടുപടം എടുത്ത് തന്നെ മൂടി. കല്യാണമാലയ്ക്ക് ചെറുക്കനെ കണ്ടപ്പോൾ വല്ല തുണിയും കൂടെ വലിച്ചെറിയില്ലേ? ഉള്ള തുണിയും കൂടെ അങ്ങ് മാറ്റി. എക്സ്പോസ് ചെയ്തെന്നല്ല, റിമൂവ് ചെയ്തെന്നല്ല, കവറിങ് ചെയ്തു. വസ്ത്രം ധരിക്കുന്നത് നഗ്നത പ്രദർശിപ്പിക്കാനാകരുത്, നഗ്നത മറയ്ക്കാനാകരിക്കണം. കരുതലും സ്നേഹവും ഒക്കെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടണം മക്കളെ, അനുസരണമൊക്കെ. അടുത്തത് അവളുടെ വിവാഹത്തെക്കുറിച്ചാണ്. ഇംഗ്ലീഷിൽ വാക്യം വായിക്കുക. അപ്പോൾ വളരെ മലയാളത്തിൽ ഒന്ന് വായിച്ച വേണം. അതിൻ്റെ 66-ാം വാക്യം. താൻ ചെയ്ത കാര്യമൊക്കെയും ദാസൻ ഇസഹാക്കിനോട് വിവരിച്ചു പറഞ്ഞു. ഇസഹാക്ക് അവളെ തന്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. അവൻ റിബേക്കയെ പരിഗ്രഹിച്ച് അവൾ അവന് ഭാര്യയായി. ഇംഗ്ലീഷിൽ കുറച്ച് ക്ലിയർ ആണ്, മലയാളത്തിൽ മനസ്സിലായില്ല. ഐസക് brought her into the tent of his mother Sarah and he married Rebecca. അവൻ വിവാഹം കഴിച്ചു. കണ്ടോ, ചുമ്മാ അങ്ങ് ഭാര്യയാകില്ല. ഇതുവരെ അവർ ഭാര്യയും ഭർത്താവായിട്ടില്ല. And he married Rebecca, so she become his wife. വിവാഹം കഴിക്കാതെ ഭാര്യയാകില്ല. സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുണ്ട്, ഭർത്താവാകില്ല. And he loved her, and as Isaac was comfort after his mother's death. അവൾ അവളെ വിവാഹം കഴിച്ചു, അവൻ അവളെ സ്നേഹിച്ചു. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സ്നേഹിച്ചെന്നല്ല, കഴിച്ച ശേഷം സ്നേഹിച്ചൊരുത്തിയ ഭാര്യയാക്കിയൊന്നല്ല, വിവാഹം കഴിച്ച ശേഷം സ്നേഹിച്ചു. ഇതൊക്കെ പറയണേ പാസ്റ്റർമാരെ. മറ്റൊരു വ്യാഖ്യാനം, he loved her deeply and she was a special comfort to him after the death of his mother. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന
മരണദുഃഖം മാറിയെന്നല്ല, മരണദുഃഖം മാറില്ല, എന്നാൽ ആശ്വാസമാകാൻ കഴിയും. മക്കളെ, മോളെ, നീ ചെല്ലുന്ന വീടിന് നീ ഒരാശ്വാസമായി മാറട്ടെ. പെൺകുട്ടികൾ ചെല്ലുന്ന വീടിന് ഒരാശ്വാസമാകട്ടെ. ജോബിൻ, അനിഷ, എൻ്റെ മുഖത്തേക്ക് നോക്കൂ. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ പറയുന്നു. ലവ് ടുഗദർ. നിങ്ങളൊന്നിച്ച് സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? യേശു കർത്താവ് സ്നേഹിച്ചതുപോലെ. യേശു കർത്താവ് എങ്ങനെയാണ് സ്നേഹിച്ചേ? സൗന്ദര്യം കണ്ടല്ല, ആരോഗ്യം കണ്ടല്ല, പണം കണ്ടല്ല, സമ്പത്ത് കണ്ടല്ല, കുടുംബമഹിമ കണ്ടല്ല. നിൻ്റെ ഭർത്താവിന്, മോളെ, പണം ഉണ്ടെങ്കിലും ഇല്ലേലും, നിൻ്റെ ഭാര്യയ്ക്ക് സൗന്ദര്യം ഉണ്ടെങ്കിലും ഇല്ലേലും നിങ്ങൾ സ്നേഹിക്കണം. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണുകുഴിഞ്ഞാലും കവളൊട്ടിയാലും പേഴ്സ് കാലിയായാലും കുറയാത്ത സ്നേഹമുള്ളവരായിരിക്കണം. ഈ ക്യാമറ മുഴുവൻ നിങ്ങളുടെ പേർക്കാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടവരെ ക്യാമറ ചെയ്യുന്നത്. എത്ര ക്യാമറയാ നിങ്ങളുടെ പേർക്കാ. ഇത് കഴിയുമ്പോൾ ഒരു നല്ല ആൽബം തരും. നിങ്ങൾ തന്നെ അതിശയിക്കും, ഇത്ര ഗ്ലാമർ നിങ്ങൾക്ക് കൊണ്ടുവന്നു. സുന്ദരം ഒരു ക്യാമറ നോക്കിയേ. ഇരിക്കുന്നവരെല്ലാം ഇതുപോലെ ഇരുന്നവരാ. അവരുടെയൊക്കെ ആൽബം നോക്കണം. എന്തോ സുന്ദരനും സുന്ദരിയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓരോന്നിൻ്റെ പരുവം കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ സൗന്ദര്യം. ഇതൊക്കെ പോകും. കുറയാത്ത സ്നേഹമുള്ളവരാകണം. എല്ലാ മാതാപിതാക്കളോടും ഞാൻ പറയാം, ഇന്ന് നിങ്ങളുടെ മക്കളോട് ഞാൻ പറയാം, മാതാപിതാക്കളോട് നിങ്ങൾ എന്ത് ചെയ്യുമോ, നാളെ നിങ്ങളുടെ തലമുറ നിന്നോടത് ചെയ്തിരിക്കും. നിനക്ക് ദീർഘായുസ്സുണ്ടാകാൻ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു കല്യാണം ഒറ്റയാഴ്ച കൊണ്ട് 1,00,000 ആളുകൾ യൂട്യൂബിലൂടെ കണ്ടു. 4-5 ലക്ഷം ആളുകൾ ഫേസ്ബുക്കിലൂടെ കണ്ടു. അതിൽ ഞാനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മക്കളോട് ഞാൻ ചോദിക്കുക, മക്കളെ, നിങ്ങൾ രണ്ടുപേരും നല്ല അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്, നിങ്ങൾ ദൈവഭയമുള്ളവരാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ മക്കളെ, അമ്മ കരയുന്ന രണ്ടുപേരും കണ്ടിട്ടുണ്ടല്ലേ? അമ്മ ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്. പപ്പ കരയുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ അല്ലേ? അതുകൊണ്ട് പപ്പാമാർ കരയില്ലെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പപ്പാമാർ കരയും. പക്ഷേ നിങ്ങൾ കാണാതിരിക്കുവാൻ അവർ ബന്ധപ്പെടും. ലോകത്തെ കുടുകുടാ ചിരിപ്പിച്ച ചാർലിൻ ചാപ്ലിൻ പറഞ്ഞു, പെരുമഴ പെയ്യാൻ ഞാൻ കാത്തു നിൽക്കും, മഴയത്തിറങ്ങി ഞാൻ കരയും, കാരണം എൻ്റെ കരച്ചിലാരും കാണരുത്. അപ്പന്മാർ ഉരുകുന്ന കണ്ടിട്ടുണ്ടോ? ഉരുകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല. തൊട്ടടുത്തിരിക്കുന്നവർക്കറിയാം അപ്പൻ്റെ ഉരുക്കം. ഈ മനുഷ്യൻ ഉരുക. മൂത്തവോട് ഫീസ് ചോദിക്കുന്നു, കടക്കാരൻ വന്ന് കടം, വാടകക്കാരൻ വാടക. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്നറിയാമോ? നിന്റെ അപ്പൻ ഇന്നലെ കൊണ്ട വെയിലാ ഇന്നത്തെ നിന്റെ തണൽ. ഈ അപ്പനെയാണോ വഴിയിലിറക്കി വിടുന്നത്? ഈ അമ്മയാണോ നീ വേദനിപ്പിക്കുന്നത്? ഞാനൊരു പദം കൊണ്ട് പറയാം, തൊട്ടിലുണ്ടായിട്ടും നെഞ്ചിലുറക്കിയ നിന്റെ അമ്മയെ കട്ടിലുണ്ടായിട്ടും വഴിയിലിറക്കി വിടരുത്. ഞങ്ങളുടെ കല്യാണത്തിന് വന്നുകൊണ്ട് ആർക്കെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ. ബർത്ത്ഡേയുടെ ഡെഫിനിഷൻ ലോകത്തിലെ മഹാരഥന്മാരോട് ചോദിച്ചു. അനേക മഹാരഥന്മാർ ഡെഫിനിഷൻ പറഞ്ഞു. നമ്മുടെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാം സാറുടെ ഡെഫിനിഷൻ പറഞ്ഞു കേൾക്കണോ? ബർത്ത്ഡേ ഡെഫിനിഷൻ കേൾക്കണോ? മാതാപിതാക്കൾ പലരുടെയും കണ്ണുനീർ നിറയുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെയും. താങ്ക്സ്, ഗോഡ് ബ്ലസ് യു. അബ്ദുൽ കലാം സാർ പറഞ്ഞ ഡെഫിനിഷൻ കേൾക്കണോ? നീ കരഞ്ഞപ്പോൾ നിന്റെ അമ്മ ചിരിച്ച ഒരേ ഒരു ദിവസം, അതാണ് ബർത്ത്ഡേ. നീ കരഞ്ഞപ്പോൾ നിന്റെ അമ്മ ചിരിച്ച ഒരേ ഒരു ദിവസം, ബാക്കി എല്ലാ സമയവും നീ കരയുമ്പോൾ നിന്റെ അമ്മ കരയുക. അമ്മയെ വഴിയിലിറക്കി വിടരുത്. അപ്പനെ സ്നേഹിക്കുക. കണ്ണുകളടയ്ക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.